വിദേശ പൗരന്മാർ ഉൾപ്പെട്ട ലാവോസ് മനുഷ്യക്കടത്ത് കേസിൽ അറസ്റ്റിലായ പള്ളുരുത്തി സ്വദേശി അഫ്സർ അഷ്റഫിനെ പോലീസ് ചോദ്യം ചെയ്യുന്നു. പ്രതിയുടെ കസ്റ്റഡി കാലാവധി നാളെ തീരും. കൂടാതെ ലാവോസ് ചൈനീസ് സ്വദേശികളും പ്രതികളാണ്. കേസിൽ കൂടുതൽ ഇരകളുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അറസ്റ്റിലായ പള്ളുരുത്തി സ്വദേശി അഫ്സർ അഷ്റഫിനെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് ലഭിച്ചിട്ടുള്ളത്. പ്രതിയെ നാളെ തോപ്പുംപടി കോടതിയിൽ ഹാജരാക്കും. മൊഴികൾ പരിശോധിച്ച് കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കും. തോപ്പുംപടി സിഐയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. കേസിലെ 2 പ്രതികൾ വിദേശികളായതിനാൽ വിശദമായ അന്വേഷണം നടത്തുന്നതിന് പോലീസിന് പരിമിതിയുണ്ട്. കേസിലെ ആകെ 3 പ്രതികളിൽ 2 പേർ ലാവോസ് ചൈനീസ് സ്വദേശികളാണ്. മനുഷ്യക്കടത്തിൽ വിദേശ പൗരന്മാർക്കുള്ള പങ്കാളിത്തവും ഇതുവരെയുള്ള അന്വേഷണ വിവരങ്ങളും പോലീസ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കൈമാറിയിട്ടുണ്ട്. വ്യാജ ഓൺലൈൻ ട്രേഡിംഗ് കമ്പനികളിലടക്കം തൊഴിൽ വാഗ്ദാനം ചെയ്താണ് 50,000 രൂപ വാങ്ങി യുവാക്കളെ വിദേശത്തേക്ക് കടത്തിയത്. ഓൺലൈനിലൂടെ ആളുകളെ കബളിപ്പിച്ച് പണം തട്ടാനാണ് കൊച്ചിയിൽ നിന്ന് ലാവോസിലേക്ക് ആളുകളെ എത്തിച്ചത്. ലാവോസിലെ ഇംഗ്ലോങ് എന്ന ചൈനീസ് കമ്പനിയിലേക്കായിരുന്നു ജോലി വാഗ്ദാനം. തട്ടിപ്പ് മനസ്സിലായതോടെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടാണ് തട്ടിപ്പിന് ഇരയായവർ തിരികെ നാട്ടിലെത്തിയത്. കൂടുതൽ ഇരകളെ കണ്ടെത്താനുള്ള അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. ജനം, കൊച്ചി.